ആമഴഞ്ചാൻ തോട്ടിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. തിരുവനന്തപുരം നഗരസഭയും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഒരുക്കി നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. 2024 ജൂലൈ 13 തിരുവനന്തപുരത്തെ ആമഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച മാരായമുട്ടം വടകര സ്വദേശി ജോയിയുടെ കുടുംബത്തിനാണ് വീടൊരുങ്ങുന്നത്. സർക്കാർ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം അവർ നിവൃത്തിയാക്കി ഇനി അടുത്ത മഴക്കാലം വരുന്നതിന് മുമ്പേ ഒരു വീട് വെച്ച് കിട്ടിയാൽ മാത്രം നന്നായിരിക്കും. ശുചീകരണത്തിന് റെയിൽവേയുടെ സഹകരാറുകാരനായിരുന്ന ജോയിയെ കാണാതായ സമയം മുതൽ ജോയിക്ക് വീടില്ലാത്ത അവസ്ഥയും ജോയിയുടെ അമ്മ മെൽഗി അനുഭവിക്കുന്ന ദുരവസ്ഥകളും മാധ്യമങ്ങളിലൂടെ സമൂഹത്തിന്റെ മുന്നിൽ എത്തിച്ചിരുന്നു. ഇവ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനത്തിന്റെ ഫലമായാണ് ശിലാസ്ഥാപനം നടന്നത്. മാരായമുട്ടം അണമുഖത്തിന് സമീപം ചുള്ളിയൂരിൽ ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങി നൽകുന്ന സ്ഥലത്താണ് വീടൊരുങ്ങുന്നത്. ഏകദേശം 650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ ചുമതല നഗരസഭയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും അനുവദിച്ചു നൽകുന്ന 4 ലക്ഷത്തിന് പുറമെ സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കുന്ന തുകകളും ഉൾപ്പെടുത്തിയായിരിക്കും വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഒപ്പം ഒരുപാട് ദുഃഖമുണ്ട്. ഒരു ജീവന്റെ വില എന്ന് പറയുമ്പോൾ നമുക്കിതൊന്നും അല്ല. നമുക്ക് എന്ത് കിട്ടിയാലും ആങ്ങളെ പോയി അതിലേറെ വിഷമമുണ്ട്. അങ്ങേയറ്റം ധാർമ്മികതയോടുകൂടിയുള്ള സമീപനമാണ് സംസ്ഥാന സർക്കാർ ജോയിയുടെ കുടുംബത്തോട് കാണിച്ചതെന്നും അതിന്റെ വിപരീതമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. ആമഴഞ്ചാൻ തോട്ടിലെ തന്നെ സംഭവത്തിന്റെ ഉത്തരവാദി റെയിൽവേ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. റെയിൽവേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള നിലപാടാണ് ആദ്യം സ്വീകരിച്ചത്. റെയിൽവേ ഏർപ്പെടുത്തിയ കരാർ തൊഴിലാളിയായിരുന്നു. നിയമപരമായിട്ടുള്ള ബാധ്യതയുടെ അടിസ്ഥാനത്തിലല്ല സർക്കാർ ഈ കുടുംബത്തെ സഹായിച്ചത്. സംസ്ഥാന സർക്കാർ അതൊരു ധാർമ്മിക ബാധ്യതയായിട്ടാണ് സർക്കാർ അതിന് ഞങ്ങളല്ല റെയിൽവേ ആണെന്ന് പറഞ്ഞുള്ള നിലപാടേ അല്ല സ്വീകരിച്ചത്. പക്ഷേ റെയിൽവേ എടുത്ത നിലപാടെന്നായിരുന്നു ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഉത്തരവാദിത്വമില്ല എന്നതാണ്. അവസാനം കോടതി ഇടപെട്ടപ്പോൾ കൊടുക്കേണ്ടി വന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ CK ഹരീന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.